നമ്മൾ എവിടെങ്കിലുമൊക്കെ നമ്മളുടെ സ്പാർക്ക് ഇടണം. എവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പം ഇതാണ് എല്ലാം അവര് ചെയ്യണം, ആളുകൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് നമ്മളിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇവിടെ എവിടെയാണ് നമുക്ക് ഇതൊരു അലൈൻ ചെയ്യണല്ലോ. അലൈൻ ചെയ്യാത്ത എവിടെയോ ഒരു പ്രശ്നം കടന്നിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. നല്ല ടീംസ് വരുന്നില്ല, നല്ല കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, വലിയ പ്രോഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ലോസുകളൊന്നും ഇല്ലാതാക്കി കൂടുതൽ ബൾക്ക് സെയിലിലേക്ക് നീങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എവിടെയോ ഒരു അലൈൻമെന്റ് തെറ്റിക്കിടക്കുന്നതാണ്. എങ്ങനെയാ ഈ അലൈൻമെന്റ് ശരിയാക്കി ഒരു കൾച്ചറിലേക്ക് ഇത് കൊണ്ടുവരാം? നമുക്ക് എന്ത് അലൈൻമെന്റ് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം കണ്ടെത്തണം. നമ്മൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്തടത്തോളം നമ്മൾ വേണ്ടേ ശരിയാക്കാൻ. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്തടത്തോളം ആരെങ്കിലും ഒരാൾ ശരിയാക്കണമല്ലോ. അതെ, ഒരാള്. അപ്പം നമ്മൾ വേണം. ഇവിടെ ശ്വാസം വിടാതെ ആ പ്രോബ്ലം ആണോ നമ്മുടെ പ്രയോറിറ്റി? ആ പ്രോബ്ലത്തിന് തലയ്ക്കാണോ പ്രശ്നം, വാലിന്? ഇപ്പം നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു തലവേദന വന്നു, കാലിൻ്റെ അടിയിലാണോ പ്രശ്നം, തലയ്ക്കാണോ പ്രശ്നം, നമുക്ക് അറിയാത്തടത്തോളം നമ്മൾ റോങ് വേയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള റിയൽ സൊല്യൂഷൻ എന്താണ്? ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഫിക്സ് കൊണ്ടുവരിക, അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളുടെ സെയിൽസ് നടക്കുന്നു, 10 പേര് അച്ചീവ് ചെയ്യുന്നു, 10 പേര് അച്ചീവ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ അറിയണമെങ്കിൽ ആ സാധനം നമ്മളിലോട്ട് എത്തണം, വേണ്ടേ? എത്തിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വേണം. ഇതെന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ. റിപ്പോർട്ട് നമ്മളെ മുന്നിൽ ഇട്ടിട്ട് നമ്മൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളിതിന് പ്രയോറിറ്റി കൊടുത്താലേ അടുത്ത മാസം ഇത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. പ്രോബ്ലം എന്താണെന്നുള്ളത്, ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ടീമിലൂടെ അറിയും. നമുക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നമുക്ക് ചോദിക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊരു സർവീസ് അവർക്ക് കൊടുത്ത് അവരെ ആ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ അവർ ഫോക്കസ് ചെയ്യിക്കാത്തോടത്തോളം അവർ അടുത്ത മാസം അച്ചീവ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മുടെ പ്രയോറിറ്റി ആണോ എങ്കിൽ അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇതിനെ ശീലമാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ലാഭം വരുന്നു. ഈ ശീലങ്ങൾ, നമ്മൾ ഈ ചെയ്യുന്ന ഈ ടാസ്കുകളായിരിക്കണം നമ്മളുടെ കീഴിലുള്ള ആളുകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അത് പകർന്നു കൊടുത്ത് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ഇത് എനിക്കിതാണ് വേണ്ടത് എന്ന് നമ്മൾ ശീലിപ്പിക്കാത്തോടത്തോളം നമ്മുടെ സബോർഡിനേറ്റ്സ് അത് ചെയ്യില്ല. ഇവിടെ പലയിടത്തും ഇവിടെ നമ്മളിപ്പോൾ വീണ്ടും പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ മിഡിൽ ബിസിനസ് ഓണേഴ്സ് ഓപ്പറേഷനിലേക്ക് ഇറങ്ങണം. ഓപ്പറേഷനിലേക്ക് ഇറങ്ങണം, അവിടെ നിന്ന് തുടങ്ങണം. ഓപ്പറേഷണൽ എന്നുള്ളതല്ല, ഓപ്പറേഷണൽ 2 തരത്തിലുണ്ട് ഹനീഫിക്ക. 1 ഞാൻ എടുത്ത് ചെയ്യുന്നു, 2 ഞാൻ ചെയ്യിപ്പിക്കുന്നു. ഇതിലെന്ത് എന്നുള്ളതാണ്. ഞാൻ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. എഫേർട്ട് കൂടുതലാണ്. ഇപ്പം ഈ പറഞ്ഞ ഞാൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതിൻ്റെ എഫേർട്ട് കൂടുതലാണ്. പക്ഷേ ആ എഫേർട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പല ഓണേഴ്സും ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഇത് സ്വയം എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതെ. അപ്പം എനിക്കൊന്നും കൂടെ ഒരു ക്ലാരിറ്റി നൽകാനുള്ളത്, നമ്മളുടെ കൾച്ചർ മിഡിലാണ് എന്ന് വിചാരിച്ച് കൾച്ചർ വേറൊരാൾ വന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് തീർക്കുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് ഓരോന്നിനെയും സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് പാകപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വരൂ. അല്ലാതെ ഒരാൾ മുകളിൽ നിന്ന് വന്ന് ഇറങ്ങി നമ്മളുടെ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നിടത്താണ് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് എന്തായാലും നമ്മുടെ ടീമിലേക്ക് നല്ലൊരു ഒരു കൾച്ചറുള്ള ഒരു കോർപ്പറേറ്റ് ഇന്നൊരാൾ വരില്ല. നമ്മൾ തന്നെ അവർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ പൂന്തോട്ടത്തെ ക്രമീകരിക്കുമ്പോഴാണ് നല്ല നല്ല പൂമ്പാറ്റകൾ നമ്മളെ കൂട്ടത്തിലേക്ക് വരിക. ഹനീഫിക്ക, അവിടെയും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ആളുകൾ നിങ്ങളിലോട്ട് വരും. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ കീഴിൽ നല്ലൊരാൾ വേണം എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടും. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവനും അയാൾ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ പ്രയോറിറ്റി അല്ലത്. അതുപോലെ പലതും ഉണ്ട്. നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ കുറവുകൾ ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും ഈ കിട്ടുന്നില്ല നമ്മളേക്ക് കിട്ടില്ല. ഇത് നമ്മൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ കിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ കിട്ടാത്തത്. അതൊരു കാര്യം തന്നെയാണ്, ശരിയായൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഹണ്ട് ചെയ്യണ്ടെന്നല്ല, പക്ഷെ ആരെയും വെയിറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഇനി വെയിറ്റ് ചെയ്യേണ്ടതില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരുടെ പണിയും ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തന്നെയാണ്. അവിടെ ഇനി ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ടതല്ല. അവർ വരുമ്പോൾ നമുക്ക് അവരെ കയ്യിലേക്ക് കൈമാറാം. അല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ
ടീമിനെ ലീഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരണം. കൾച്ചർ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. അല്ലെങ്കിൽ എന്താ, എൻ്റെ ഷോപ്പിൽ ഇന്ന സ്ഥലത്ത് ബിസിനസ് ഇല്ല, അവിടെ നിൽക്കുന്ന ഇന്നാലിന്ന സെയിൽസ്മാൻ്റെ പ്രശ്നമാണ്. പ്രശ്നം തീർന്നു. കാരണം എന്താ, അവൻ്റെ പ്രോബ്ലമാണ്, എൻ്റേതല്ല. അതിന് പകരം അത് എൻ്റെ പ്രശ്നമാണ്. കാരണം ആ ഷോപ്പിൽ ബിസിനസ് ഇല്ല, അവിടെ ഇന്ന ആൾ നിൽക്കുന്നുണ്ട്, അവിടെ ബിസിനസ് ഇല്ല, കസ്റ്റമർ ഇല്ല എങ്കിൽ അത് എൻ്റെ പ്രോബ്ലം ആകുമ്പോഴേ എനിക്ക് മാറാനുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാറാൻ എന്താ ഉള്ളത്? എനിക്ക് അവനെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി.